ഇന്ത്യൻ നിരത്തുകളിൽ ഒരു കാലത്ത് യുവത്വത്തിന്റെ ഹരമായിരുന്ന എസ്.ഡി ബൈക്കിൽ കാർഗിലിൽ നിന്ന് കന്യാകുമാരി വരെ യാത്ര ചെയ്യുന്നതിന്റെ ത്രില്ലിലാണ് ശ്രീജിത്ത്. ചണ്ഡീഗഡിൽ നിന്ന് കാർഗിലേക്കും അവിടെ നിന്ന് കേരളത്തിലേക്കും സാഹസികമായ യാത്രയുടെ അനുഭവമായാണ് ഇദ്ദേഹം കോഴിക്കോട്ടെത്തിയത്. കാർഗിൽ വിജയ് ദിനമായി ആചരിക്കുന്ന ജൂലൈ 26-നാണ് യാത്ര ആരംഭിച്ചത്. തന്റെ പ്രിയപ്പെട്ട എസ്.ഡി ഛത്തീസ്ഗഡിൽ എത്തിച്ചതിനു ശേഷം കാർഗിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. തിരുവനന്തപുരം വെള്ളയമ്പലം സ്വദേശിയാണ് ശ്രീജിത്ത്. സ്കൂളിൽ കൂടെ പഠിച്ച 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് സാഹസിക യാത്രയ്ക്ക് തുടക്കമിട്ടത്. ചെറിയ അപകടമുണ്ടായതിനെ തുടർന്ന് ഇവർ യാത്ര മാറ്റിവെച്ചു. 6000-ലേറെ കിലോമീറ്ററുകൾ പിന്നിട്ടാണ് ശ്രീജിത്ത് കോഴിക്കോട്ടെത്തിയത്. സ്വാതന്ത്ര്യദിനത്തിന് കന്യാകുമാരിയിൽ യാത്ര അവസാനിപ്പിക്കും. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയ്ക്കായി പോരാടിയ സൈനികരുടെ സംഭാവന കുട്ടികളിലേക്ക് എത്തിക്കാനാണ് യാത്രയെന്ന് ശ്രീജിത്ത് പറഞ്ഞു. ഇന്ത്യ മുഴുവൻ ഞങ്ങൾ കാർഗിൽ മറ്റേ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചതിൻ്റെ ആ ഒരു വാർഷികം എന്നതാണ് അവിടെ എന്നുള്ളത് നമ്മളൊന്ന് അറിയാനായിട്ട് പോയെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ മറ്റേ ഇന്ത്യ രണ്ടാമത് പിടിച്ചെടുത്ത മലകളും ഇതിൻ്റെയൊക്കെ എല്ലാം അതിൻ്റെ നടുകൂടെയാണ് ഞങ്ങൾ ഈ പോകുന്നത്. ഈ റോഡ് അത് തന്നെ സ്വർണ്ണം എന്ന് പറയുന്നത് ഇതിൻ്റെ നടുകൂടെയാണ്. ദ്രാസിൽ ഈ വാർ മെമ്മോറിയലിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ തോലോലിംഗ് എന്ന് പറഞ്ഞ ഒരു ഹില്ലുള്ളത്. അപ്പോൾ ആ മല കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് അത് നമ്മൾ തിരിച്ച് പിടിച്ചത്. അതുപോലെ ടൈഗർ ഹില്ല് നമുക്ക് ഒരിക്കലും കയറാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ദൂരെ നിന്ന് കാണാം. ബുധനാഴ്ച കോഴിക്കോട് ബീച്ചിലെത്തിയ ശ്രീജിത്തിനെ എസ്.ഡി ക്ലബ് സെക്രട്ടറി റിങ്കുവും പ്രസിഡന്റ് ഹരികൃഷ്ണനും ചേർന്ന് സ്വീകരിച്ചു. എസ്.ഡി ക്ലബിന്റെ തിരുവനന്തപുരം സെക്രട്ടറിയും മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാണ് ശ്രീജിത്ത്. എസ്.ഡിയുടെ 9ഓളം ബൈക്കിന്റെ ഉടമ കൂടിയാണ് ശ്രീജിത്ത്.